വിശ്വപ്രസിദ്ധമായ വ്യാകുല മാതാവിൻ്റെ ബസലിക്ക നിലകൊള്ളുന്ന തൃശൂർ നഗരത്തിൻ്റെ വടക്കുമാറി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായ മുണ്ടത്തിക്കോടെന്ന സ്വച്ഛസുന്ദരമായ ഗ്രാമം തങ്ങളുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഒരു ദേവാലയം എന്നുള്ളത് കേവലം 71 കുടുംബങ്ങൾ മാത്രമുള്ള ഈ നാട്ടിലെ ക്രിസ്തീയ മക്കൾക്ക് ഒരു സ്വപ്നം മാത്രമായിരുന്ന കാലം. എന്നാൽ ദൈവ തീരുമാനം മറ്റൊന്നായിരുന്നു. ആ തീരുമാനത്തോടൊപ്പം രൂപത അധികാരികളും ഇടവക വികാരിമാരും വിശ്വാസികളും ഒരുമിച്ചു നിന്നപ്പോൾ ഈ നാടിന് ക്രിസ്തുരാജന്റെ കൃപാകടാക്ഷം തെളിയിച്ചുകൊണ്ട് 1975 ജനുവരി 9 മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയം സ്ഥാപിതമായി. നമ്മുടെ മുൻ തലമുറയുടെ ആത്മസമർപ്പണത്തെയും കഠിനാധ്വാനത്തെയും സ്മരിച്ചുകൊണ്ട് ഈ വർഷം സുവർണ ജൂബിലി വർഷമായി നമ്മൾ ആഘോഷിക്കുന്നു. 2024 ഏപ്രിൽ 28 തൃശൂർ അതിരൂപതയുടെ മെത്രാപ്പോലിത്ത അഭിവന്ദ്യ മാർ ആൻഡ്രൂസ് താഴത്ത് സുവർണ ജൂബിലി കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തതോടുകൂടി ജൂബിലി ആഘോഷ ഒരുക്കങ്ങൾക്ക് തുടക്കമായി. ജൂബിലി സമാപനവും ജൂബിലി വർഷത്തിൽ മുണ്ടത്തിക്കോട് ഇടവകയ്ക്ക് ദൈവദാനമായി ലഭിച്ച തിരുപ്പട്ടവും സംയുക്തമായി ആഘോഷിക്കുവാൻ തീരുമാനിക്കുകയും ആയതിൻ്റെ നടത്തിപ്പ് ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും കോർ കമ്മിറ്റിയെ ഉത്തരവാദിത്തപ്പെടുത്തുകയും ചെയ്തു. 2024 ഓഗസ്റ്റ് 11 നടത്തിയ ജൂബിലി വിളംബര ബൈക്ക് റാലി ജൂബിലി ആവേശം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സഹായകമായി. ജൂബിലി ആഘോഷങ്ങൾക്ക് ആത്മീയ ഉത്തേജനം നൽകുന്നതിനായി ജൂബിലി കമ്മിറ്റി അണിയിച്ചൊരുക്കിയ അമ്മതൻ കാരുണ്യം എന്ന ജൂബിലി ഗാനം നമ്മുടെ മീഡിയ സെൽ യൂട്യൂബ് ചാനലായ ഹെവൻലി ബ്ലിസ്സിലൂടെ പുറത്തിറങ്ങിയത് ആഘോഷങ്ങൾക്ക് നല്ലൊരു തുടക്കം നൽകി. 2024 ഓഗസ്റ്റ് മാസം 15 തൃശൂർ അതിരൂപതയുടെ സഹായമെത്താൻ മാർ ടോണി നീലങ്കാവിൽ പതാക ഉയർത്തി ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ജൂബിലി തിരി തെളിയിക്കുകയും അന്നേ ദിവസം തന്നെ ഇടവകയിലെ മുഴുവൻ ഭവനങ്ങളിലും ജൂബിലി പതാക സ്ഥാപിക്കുകയും ചെയ്തു. തുടർന്ന് പല ഘട്ടങ്ങളിലായി ഒത്തുചേരലിന്റെ ഭാഗമായി വിവിധ സംഗമങ്ങൾ നടത്തി. കഴിഞ്ഞ 50 വർഷങ്ങളിലായി ഇടവകയിൽ സേവനമനുഷ്ഠിച്ച കൈക്കാരന്മാർ, പള്ളി ക്ലർക്ക്, ദേവാലയ ശുശ്രൂഷി എന്നിവരുടെ സംയുക്ത സംഗമം പഴയ ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവെക്കുന്നതിന്റെ ഒരു വേദിയായി മാറി. 1975 സ്ഥാപിതമായ പള്ളിയുടെ നിർമ്മാണ കമ്മിറ്റി, ദേവാലയ നവീകരണ കമ്മിറ്റി, പള്ളി പുനർനിർമ്മാണ കമ്മിറ്റി എന്നിവരുടെ സംഗമം അന്നത്തെ ആവേശത്തിന്റെയും കഷ്ടപ്പാടിന്റെയും പിന്നീടുള്ള അനുഗ്രഹങ്ങളുടെയും ഏറ്റുപറച്ചിലിനുള്ള അവസരമായി. പങ്കാളികളുടെ വിയോഗത്താൽ വേദന അനുഭവിക്കുന്നവരും ഒറ്റപ്പെട്ടവരുമായ വിധവ വിഭാര്യർ സംഗമം വേദനയോടെയാണെങ്കിലും അവരുടെ പങ്കുവെക്കൽ പങ്കെടുത്തവർക്ക് ഏറെ ആശ്വാസവും പ്രതിസന്ധികളെ സധൈര്യം നേരിടാനുള്ള വിശ്വാസവും നേടിക്കൊടുത്തു. വിശുദ്ധ കൂദാശകളുടെ സുവർണ ജൂബിലി ആഘോഷിക്കുന്നവരുടെ സംഗമം ഏറെ വ്യത്യസ്തതകളോടെ നടത്തുകയുണ്ടായി. ഏറ്റവും അവസാനം എന്നാൽ ഏറ്റവും വിശിഷ്ടമായ സംഗമം ഇന്ന് കുറച്ചു മുൻപേ നടന്നു. നവവൈദികൻ ഫാദർ ജെറിൻ ആലപ്പാട്ട് CMI ഉൾപ്പെടുന്ന ഇടവകയിലെ സമർപ്പിതരുടെയും ഇടവകയിൽ സേവനമനുഷ്ഠിക്കുന്ന സന്യസ്തരുടെയും സംഗമമാണ് ഇന്ന് നടന്നത്. അതോടൊപ്പം തന്നെ കലാകായിക സാഹിത്യ മത്സരങ്ങൾ സംഘടിപ്പിച്ചത് ജൂബിലി ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. വിജ്ഞാനത്തിന്റെ വേദിയായി മാറിയ ക്വിസ് കോമ്പറ്റീഷൻ അവതരണത്തിന്റെ മികവ് കൊണ്ടും മത്സരാർത്ഥികളുടെ ആവേശം കൊണ്ടും ഏറെ ശ്രദ്ധയാകർഷിച്ചു. പിന്നീട് നടത്തിയ ഷട്ടിൽ ഷൂട്ടൌട്ട് മത്സരങ്ങൾ ഇടവകയുടെ കായിക മികവ് തെളിയിക്കുന്നതായിരുന്നു. ഒപ്പം കവിത, ഉപന്യാസ, പ്രസംഗ മത്സരങ്ങളും സംഘടിപ്പിക്കുകയുണ്ടായി. തിരുപ്പട്ടത്തിന്റെയും ജൂബിലി സമാപനത്തിന്റെയും ഏറ്റവും അടുത്ത ഒരുക്കമായും ആത്മീയ സമ്പുഷ്ടി നേടുന്നതിനുമായി ജാഗരണ, അഖണ്ഡ ജപമാല, ബൈബിൾ കൺവെൻഷൻ എന്നിവ സംഘടിപ്പിച്ചു. അട്ടപ്പാടി ധ്യാന കേന്ദ്രം നേതൃത്വം നൽകിയ ജാഗരണ പ്രാർത്ഥനയിൽ വിശ്വാസികളേറെ തീക്ഷ്ണതയോടെ പങ്കെടുത്തു. ഡിസംബർ 4 മുതൽ 3 ദിവസങ്ങളിലായി തലശ്ശേരി എൽറോയ് മിനിസ്ട്രി നയിച്ച ദിവ്യകാരുണ്യ സൗഖ്യ അനുഭവ ധ്യാനം ഒട്ടേറെ പേരെ ആത്മീയമായി സുഖപ്പെടുത്തുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു. ജൂബിലി വർഷത്തിൽ ഇടവകയ്ക്ക് ലഭിച്ച മഹാഭാഗ്യമായിരുന്നു ഗോ ടു ബെത്ലഹേം എന്ന റെക്കോർഡ് ബ്രേക്കിംഗ് പ്രകടനങ്ങൾ. വേലൂർ ഫൊറോന മാതൃവേദി സംഘടിപ്പിച്ച 1000 അമ്മമാരുടെ കരോൾ ഗാനവും 1000 കുട്ടികൾ ഒരുക്കിയ മെഗാ പുൽക്കൂടും നമ്മുടെ പള്ളി അങ്കണത്തിൽ വെച്ചാണ് ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡ്സിലേക്ക് ഇടം നേടിയത്. ഗോൾഡൻ ജൂബിലി മെമ്മോറിയൽ കാറ്റഗിസം ഹാളിന്റെ നവീകരണ പ്രവർത്തനം പൂർത്തീകരിച്ച് ഇക്കഴിഞ്ഞ ക്രിസ്മസ് രാവിൽ പാതിരാ കുർബാനയ്ക്കു ശേഷം ആശീർവദിച്ചു നൽകി. 2024 ഡിസംബർ 28 നടന്ന ഇടവക ദിനം
വമ്പിച്ച ദൃശ്യശ്രവ്യ വിരുന്നാക്കി മാറ്റിയതിൽ ഇടവകയിലെ മുഴുവൻ കുടുംബ യൂണിറ്റുകൾക്കും അഭിമാനിക്കാം. സംയുക്തമായി നടത്തിയ കുടുംബ കൂട്ടായ്മ വാർഷികം, മതബോധന ദിനം, ഭക്തസംഘടനകളുടെ വാർഷികം എന്നിവയിൽ അവതരിപ്പിച്ച കലാപരിപാടികൾ പൂർണ്ണമായും ക്രിസ്തീയ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതും ആയിരുന്നു. ജൂബിലി വർഷത്തിൽ ഇടവകയ്ക്ക് ലഭിച്ച ഏറ്റവും വിശിഷ്ടമായ സമ്മാനവും അനുഗ്രഹവുമായിരുന്നു തടിയിൽ കൊത്തിയെടുത്ത ക്രിസ്തുരാജന്റെ തിരുരൂപം. ശാരീരിക പ്രയാസങ്ങൾക്കിടയിലും അഭിവന്യ മാർ ജേക്കബ് തൂങ്കുഴി പിതാവ് വെഞ്ചിരിച്ചാശീർവദിച്ചു നൽകിയ ക്രിസ്തുരാജരൂപം 2024 ഡിസംബർ 29 അൾത്താരയിൽ പ്രതിഷ്ഠിച്ചു. ഇടവകയുടെ ഇടയൻ അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്തിരി അധ്യക്ഷനായി. കൈക്കാരന്മാരായ ശ്രീ ഫെർഡിൻ മേലിഡ് പാലത്തിങ്കൽ, ജെയ്സൺ കണനായിക്കൽ, റിക്സൺ ആളൂർ എന്നിവരുടെ നേതൃത്വത്തിൽ ജൂബിലി തിരുപ്പട്ടം കൺവീനർ ശ്രീ ബിജു അയ്യങ്കേരിയുടെ നായകത്വത്തിൽ കോർ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഒരു മനസ്സോടെ ഇടവകയിൽ ഓരോ വിശ്വാസികളെയും കോർത്തിണക്കി പ്രവർത്തിച്ചതിന്റെ പരിണത ഫലമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ അനുഭവിച്ചത്. എല്ലാവർക്കും സ്നേഹത്തിന്റെയും നന്ദിയുടെയും കൂപ്പുകൈ. കഴിഞ്ഞ 50 വർഷങ്ങളിലായി ഈ ഇടവകയെയും ദേശത്തെയും നാടിനെയും നമ്മൾ ഓരോരുത്തരെയും കാത്തുപരിപാലിക്കുന്ന ക്രിസ്തുരാജന്റെ കരുണാകടാക്ഷം ഇനിയും നമ്മുടെ വഴിത്താരകളെ പ്രകാശപൂരിതമാക്കട്ടെ.